യെസ്, പ്രദീപ് കൈലാസ്. കൈലാസ് ടിപ്സിന്റെ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ബുധനാഴ്ചയിലെ FOMC മീറ്റിംഗിന് ശേഷം പവൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത് തുടരുമെന്ന രീതിയിലുള്ള പരാമർശമാണ് നടത്തുന്നതെങ്കിൽ സ്വർണം 4300 കയറി വരുമെന്ന് പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്നു. സ്വർണം ഒരവസരത്തിൽ 4350 വരെ ഉയർന്ന് 4300 ചെറിയ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നു. സ്വർണം അടുത്ത ആഴ്ചയിൽ ഉയരും. ലോഹം ചിലപ്പോൾ, ശ്രദ്ധിക്കുക, ചിലപ്പോൾ താൽക്കാലികമായി താഴേക്ക് 4275 ഒരുപക്ഷെ 4250 വരെ കറക്റ്റ് ചെയ്തേക്കാം. എങ്കിലും ലോഹം അടുത്ത ആഴ്ചയിൽ മുകളിലേക്ക് തന്നെ കയറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4350 ഒരുപക്ഷെ ഓൾ ടൈം ഹൈ ആയ 4375 ചിലപ്പോൾ 4400 വരെ കയറി വന്നേക്കാം. 4430 ലോഹത്തിന്റെ മറ്റൊരു പ്രധാന റെസിസ്റ്റന്റ്. സാഹചര്യങ്ങൾ അനുകൂലമായാൽ ഒരുപക്ഷെ ലോഹം അതിനടുത്തേക്ക് വരെ കയറി വന്നേക്കാം. സ്വർണം $4000 താഴെ ഇറങ്ങി നിന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലയൻറ്റുകളോട് പറഞ്ഞിരുന്നു, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണെന്നും ലോഹം അധികം വൈകാതെ തന്നെ പുതിയ റെക്കോർഡ് മറികടന്ന് മുന്നേറുമെന്നും നമ്മൾ ഈ ചാനലിലൂടെയും ഇത് പങ്കുവച്ചിരുന്നതാണ്. ചിലപ്പോൾ ഡിസംബറിൽ സ്വർണം കേരളത്തിൽ പവന് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചേക്കാമെന്ന്. അതെ, സ്വർണം കേരളത്തിൽ ഈ വർഷത്തിൽ തന്നെ 1,00,000 മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അത് അടുത്ത ആഴ്ചയിൽ സംഭവിച്ചേക്കാം.